ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ 44 സൈസ് വരുന്ന സിഗരറ്റ് പാൻറ്റിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും സ്ലിറ്റും കൊടുക്കുന്നുണ്ട്. ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ഒട്ടും തന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ചുരിദാർ സെറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ള 44 ഇഞ്ച് വീതി വരുന്ന 2.25 മീറ്റർ തുണിയാണ്. 44 ഇഞ്ചിനെ ഇതുപോലെ രണ്ടാക്കി മടക്കി, അതായത് 22 ഇഞ്ചാക്കി മടക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ 4 ആക്കിയാണ് മടക്കിയിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ 2 ആക്കിയാണ് മടക്കിയിട്ടിട്ടുള്ളൂ. കാരണം നമ്മൾ ആദ്യം ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്, അതിനുശേഷം അത് വെച്ചിട്ടാണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത്. മേൽഭാഗം ഓപ്പൺ സൈഡ് തന്നെയാണ്. അവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴേക്ക് 2 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടി മാർക്ക് ചെയ്ത് ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നും താഴേക്ക് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നത് 39 ഇഞ്ചാണ്. കണ്ണങ്കാല് വരെയുള്ള ലെങ്ത്താണ് നമ്മൾ നോർമലി സ്കേർട്ട് പാൻറ്റിന് എടുക്കുക. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഞാനിവിടെ 39 ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും താഴേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്ത് 2 ഇഞ്ച് ഇലാസ്റ്റിക്കിനും കൊടുത്തു. അവിടെ നിന്നും താഴേക്ക് 39 ഇഞ്ച് കൊടുത്തു. പിന്നീട് 2.5 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാനും കൊടുത്തു. ഇനി നമുക്ക് അരവണ്ണം നോക്കാം. നമ്മൾ പാൻറ് ഇടുന്ന ഭാഗത്തെ ചുറ്റളവാണ് എടുക്കേണ്ടത്. മെഷർമെൻ്റ് എടുക്കുമ്പോൾ ടാപ്പ് നല്ല കറക്റ്റായിട്ട് തന്നെ പിടിക്കുക. ലൂസിൽ പിടിക്കാനോ ടൈറ്റാക്കി പിടിക്കാനോ പാടില്ല. ഇവിടെ 44 ഇഞ്ചാണ് അരവണ്ണം വന്നിട്ടുള്ളത്. അതിന് നമുക്ക് അതിൻ്റെ 4/1 ഭാഗം കാണണം. അപ്പോൾ 44/4, അപ്പോൾ 11 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അതിൻ്റെ കൂടെ ഞാനിവിടെ 2 ഇഞ്ചാണ് ലൂസ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 13 ഇഞ്ച്. ഇനി ഇത്രയും ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ച് ലൂസ് കൊടുത്താലും മതി. എന്നാലും നമ്മളെ പാൻറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. 2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ലൈനിൽ നമുക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് താഴേക്ക് ക്രോച്ച് ലെങ്ത്ത് കാണണം. നമുക്ക് കിട്ടിയ 13 ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ 15 ഇഞ്ച്. അപ്പോൾ താഴേക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് നമുക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കൂടുതൽ തടിയുള്ളവരാണെങ്കിൽ 2.5 ഇഞ്ചും കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്ക് ആ ലൈന് ഇങ്ങോട്ടേക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലൈൻ വന്നിട്ടുള്ളത് 15 ഇഞ്ചാണ്. എന്നിട്ട് അതിൻ്റെ പകുതി, അതായത് 7.5-ൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. അതിനുശേഷം താഴ്ഭാഗത്തും നമുക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 7.5 ഇഞ്ചിൻ്റെ 2 സൈഡിലേക്കും 3.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചായാലും കൊടുക്കാം. ഞാനിത്തിരി ലൂസിന് വേണ്ടിയിട്ടാണ് 3.5 ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ 2 പോയിൻറ്റുകൾ തമ്മിൽ നമുക്കിതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. മേൽഭാഗത്തെ 7.5-യും താഴ്ഭാഗത്തെ 7.5-യും. ഇനി ഇവിടെ നിന്നും താഴെ 3.5-യിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആ സൈഡിൽ അവിടെ നിന്നും ക്രോച്ചിൻ്റെ അവിടെ നിന്ന് താഴെ 3.5-യിലേക്കും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ സൈഡിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത്. മറ്റേ സൈഡിൽ നമ്മളൊരു ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്ക് 2 പീസായിട്ടാണ് ഉണ്ടാവുക. ഇനി ബാക്കി വന്നിട്ടുള്ള പീസിൽ നിന്ന് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 ആക്കി മടക്കി കൊടുത്തിട്ടുണ്ട്.
നമ്മൾ നിൽക്കുന്ന ഭാഗത്താണ് ഓപ്പൺ സൈഡ് വരുന്നത്. മേൽഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്തും ലെവൽ ചെയ്ത് കൊടുക്കാം. മേൽഭാഗത്ത് നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിനെ നമ്മൾ മാർക്ക് ചെയ്ത 2 ഇഞ്ചിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അതിനോട് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ചുറ്റിനും ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ അതേ മെഷർമെൻറ്റിൽ തന്നെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ, നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഈ ഭാഗത്ത് ഒരു 2 ഇഞ്ച് മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ക്രോച്ച് ഏരിയയും നമുക്ക് 2 ഇഞ്ചിൽ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് മേലേന്ന് തുടങ്ങി താഴ്ഭാഗം വരെ നമ്മൾ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസിൽ വരുന്നൊരു വ്യത്യാസമാണ്, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ചെരിച്ചൊരു ലൈൻ കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ചെരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 വ്യത്യാസമാണ് ബാക്ക് പീസിൽ വരുന്നത്. ഇതുപോലെ ഒരു ലൈൻ മേലേന്ന് ചെരിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ സൈഡിൽ 2 ഇഞ്ച് മേലേന്ന് താഴ്ഭാഗം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തു. ടോട്ടൽ നമുക്ക് 4 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ 2 ഫ്രണ്ട് പീസും 2 ബാക്ക് പീസും ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ 2 പീസിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് മേലേന്ന് തുടങ്ങി നമുക്ക് ക്രോച്ച് വരെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ മെഷർമെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടാണ് ചീത്ത ഭാഗത്താണ് മെഷർമെൻറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 നല്ല ഭാഗങ്ങൾ തമ്മിലാണ് ചേർന്നിരിക്കുന്നത്. ഇനി നമുക്ക് മേലേന്ന് ക്രോച്ച് വരെ ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2ഉം സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 2 ഫ്രണ്ട് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തു, 2 ബാക്ക് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുത്തു. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് 2 പീസുകളും നമുക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ആദ്യം തന്നെ ബാക്ക് പീസ് ഓപ്പൺ ചെയ്ത് വയ്ക്കാം. ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. 2 പീസിൻ്റെ ഈ ഭാഗങ്ങളുണ്ടല്ലോ, അത് തമ്മിൽ ഒരുമിച്ച് ഒരേ ലെവലിൽ വെച്ച് കൊടുക്കാം. നമുക്കറിയാം ഫ്രണ്ട് പീസിനേക്കാൾ വലുതാണ് ബാക്ക് പീസ്, എന്നാൽ ഈ ഭാഗത്ത് നമുക്ക് ഒരേ അളവിൽ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അത് 2 ഇഞ്ച് കൂടുതലുണ്ട് ഫ്രണ്ട് പീസിനേക്കാൾ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ ഭാഗങ്ങളാണ്. ഈ ഭാഗം മേലേന്ന് താഴ്ഭാഗം വരെ, താഴ്ഭാഗം ഫുള്ളായിട്ടല്ല, അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. താഴെ നമ്മൾ 2.5 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഒരു 2 ഇഞ്ചും കൂടി നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. അവിടം വരെയാണ് മേലേന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തേണ്ടത്. സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് തന്നെ, ഈ മാർക്കിംഗ് തന്നെ താഴത്തെ പീസിൽ നമുക്ക് കൊടുക്കാം.
ഇനി മേലേന്ന് നമ്മൾ ഈ 2 ഇഞ്ച് കൊടുത്തില്ലേ അവിടം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് കെട്ടിട്ട് കൊണ്ട് നിർത്താം. ഇവിടെ നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. ഇനി ഇതേ മാർക്കിംഗ് തന്നെ നമുക്ക് അപ്പുറത്തും കൊടുക്കാം. അതിനുശേഷം ആ സൈഡിലും മേലേന്ന് തുടങ്ങി താഴ്ഭാഗത്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്താം. ഇനി നമുക്ക് സ്ലിറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മേലെയുള്ള പീസിനെ നമുക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയില്ലേ ആ ഭാഗം വരെ ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം. താഴെയാണ് നമ്മൾ ആദ്യം മെഷർമെൻറ്റ് നോക്കുന്നത്. ആദ്യം 2.5 ഇഞ്ചിലൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് 2 ഇഞ്ചിലും ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ താഴത്തെ പീസിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ മടക്കി ആ ലൈനിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് ഇതുപോലെ ഫ്രണ്ടിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിനെ നമുക്ക് ആ ലൈനിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് അവിടെ ഒരു പിൻ കുത്തി കൊടുക്കാം. ഇപ്പോൾ പിൻകുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടം വരെയാണല്ലോ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അവിടെ നിന്നും താഴേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അവിടെ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അറ്റത്തുനിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാം. മാക്സിമം കയറ്റി വെച്ചിട്ട് സ്റ്റിച്ചിൻ്റെ ആ ഭാഗം വരെ കയറ്റി വെച്ച് കൊടുത്തിട്ട് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലെ പീസിൽ നമുക്ക് സ്ലിറ്റ് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ബാക്കിലെ പീസിലാണ് ആദ്യം കൊടുത്തത്. ഇനി ഫ്രണ്ടിലെ പീസിൽ കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തു. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ 2 ആക്കി മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഒന്നും കൂടി ഫ്രണ്ടിലേക്ക് മടക്കിയിട്ട് മാക്സിമം കയറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചെയ്ത സ്റ്റിച്ചും ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചും തമ്മിൽ ഒട്ടും തന്നെ ഗ്യാപ്പില്ലാതെ ഇതുപോലെ മാക്സിമം കയറ്റി വെച്ച് കൊടുത്തിട്ട് വേണം 1/2 ഇഞ്ചിൽ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 2 സ്റ്റിച്ചിങ്ങും തമ്മിൽ ഒട്ടും ഗ്യാപ്പില്ലാതെ മാക്സിമം കയറ്റി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എഡ്ജൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മടക്കി വെച്ചില്ലേ, അതിപ്പോൾ ഉൾഭാഗത്തേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്തൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ്, അതായത് ഒരു കാൽ ഭാഗം നമ്മൾ സ്ലിറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത കാലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ചിൽ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ല അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ മേൽഭാഗത്തെ പീസിനെ മടക്കി വെച്ചു. എന്നിട്ട് താഴ്ഭാഗത്തെ പീസിനെ ആദ്യം തന്നെ 2 ആക്കി മടക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ചിൽ ഒന്നും കൂടിയും ഫ്രണ്ടിലേക്ക് മടക്കി വയ്ക്കാം. അതിനുശേഷം ആ ലൈനിലേക്ക് കയറ്റി മാക്സിമം കയറ്റി വെച്ച് കൊടുക്കാം. പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് താഴേക്ക് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം താഴത്തെ പീസിലും ഇതുപോലെ തന്നെ ആദ്യം തന്നെ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി താഴേന്ന് ഇതുപോലെ 2 ആക്കി മടക്കി അതിനുശേഷം ഒന്നും കൂടി ഒരു 1/2 ഇഞ്ച് ഫ്രണ്ടിലേക്ക് മടക്കിയിട്ട് ആ ലൈനിലേക്ക് മാക്സിമം കയറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമുക്ക് ഉൾഭാഗം പുറത്തേക്ക് ആക്കിയെടുക്കാം. ഇതുപോലെ ചെയ്യാം.
അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനുണ്ട്, അതും കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സ്ലിറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മേൽഭാഗത്ത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇനി ഇലാസ്റ്റിക് ഇടാനായിട്ട് ആദ്യം തന്നെ മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം 1 ഇഞ്ചിൽ ആ ലൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈനിൽ ഇതുപോലെ വെച്ചിട്ട് 1 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇലാസ്റ്റിക് കയറ്റാനുള്ള ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി ഭാഗമെല്ലാം നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി ഭാഗം നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കൺഫ്യൂഷൻ വരും, കാരണം അവിടെ ഒരു 2 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക, ചെറിയ 2 പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. അരവണ്ണം വന്നിട്ടുള്ളത് 44 ഇഞ്ചാണ്. അതിൽ നിന്ന് 5 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. കൂടുതൽ ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ച് 8 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ 8 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 36 ഇഞ്ച് ലെങ്ത്താണ് ഇലാസ്റ്റിക് എടുക്കുന്നത്. ഒരു സേഫ്റ്റി പിൻ കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ 2 ഇഞ്ച് ഗ്യാപ്പ് കിട്ടിയില്ലേ, അതിലൂടെ നമുക്ക് ഇലാസ്റ്റിക്കിനെ കയറ്റി കൊടുക്കാം. ഇലാസ്റ്റിക് ഫുള്ളായിട്ട് കയറ്റിയതിന് ശേഷം അതിൻ്റെ 2 അറ്റങ്ങൾ തമ്മിൽ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു 5ഓ 6ഓ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഭാഗം, ഈ ഓപ്പണിങ് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ചുരുക്കെല്ലാം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കി കൊടുക്കാം. അതിനുശേഷം ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് ഇതുപോലെ 2 സൈഡിലേക്കും വലിച്ച് പിടിച്ചിട്ട് സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇതുപോലെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. ഇലാസ്റ്റിക് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോകാതിരിക്കാനാണ്. ഇനി നമുക്ക് വരുന്നത് ഈ ഭാഗത്ത് ക്രോച്ച് ഏരിയ തുടങ്ങി താഴ്ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ നിന്ന് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് മേലേക്ക് കൊണ്ടുവരാൻ. 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.